Hello friends, welcome back to my channel Aray's World. ഞാൻ ഇന്നിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് eggless മസാല കേക്ക് ആണ്. ഇതൊരു സ്പൈസി ആയിട്ടുള്ള കേക്ക് ആണ്. ഇതിൽ ഞാൻ വെജിറ്റബിൾസും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ eggless വെജിറ്റബിൾ മസാല കേക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. വീഡിയോയിലോട്ട് പോവാം. ഈ കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 1/2 കപ്പ് കടലമാവ് എടുക്കുന്നുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് 1/4 കപ്പ് മൈദ മാവാണ്. ഇനി നമുക്ക് ഇതിനു വേണ്ടി പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് തിക്നെസ് ഉണ്ടാവാൻ പാടില്ല, കുറച്ചൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇതുപോലെ ബീറ്റർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ഇത് മിക്സായി കിട്ടും. അങ്ങനെ ഇല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. പക്ഷെ ഒട്ടും തന്നെ അതിൽ കട്ട ഉണ്ടാവാൻ പാടില്ല. ഞാനിപ്പോൾ ഇവിടെ ഇത് നല്ലപോലെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ വേണം ഈ മാവ് ഉണ്ടാവാൻ. ഇനി നമുക്ക് ഈ കേക്കിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായ ശേഷം നമുക്കിതിൽ കുറച്ച് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചെറുതായി അരിഞ്ഞിട്ടുള്ള പച്ചമുളകാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതിയാവും. സവാള ഇപ്പോൾ ഇവിടെ കുറച്ച് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വേണം നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഞാൻ എടുക്കുന്നത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ ക്യാപ്സിക്കം ആണ്. അതിനുശേഷം കുറച്ച് ക്യാബേജ് ഞാൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടണം, അത്രയും മാത്രം മതിയാവും. ഇനി ഈ വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ബിക്കോസ് ഈ കേക്ക് നല്ല സ്പൈസി ആയിട്ടാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. ഇനി ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് ഞാൻ ഇതിൽ കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ വെജിറ്റബിൾസ് എല്ലാം ഇപ്പോൾ ഇവിടെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും, കൂടുതൽ വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ വെജിറ്റബിൾ ഫില്ലിംഗ് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കടലമാവ് മിക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ സ്പൈസി വെജിറ്റബിൾ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മിക്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഇതുപോലുള്ളൊരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള പാൻ ഇല്ലെങ്കിൽ ഇതുപോലെ കുഴിഞ്ഞ ഏതെങ്കിലും പാത്രമാണെങ്കിലും എടുത്താൽ മതിയാവും. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതെല്ലാം സൈഡിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ കേക്ക് ഇവിടെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മീഡിയം ഹീറ്റിലാവാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഒരുപാട് ചൂടാണെങ്കിൽ അത് അടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സോ മീഡിയം ഹീറ്റിലോട്ട് വെച്ചിട്ട് വേണം നമ്മൾ ഇതൊന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്.
ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതൊരു 10 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കാം. ബിക്കോസ് കടലമാവൊക്കെ വേകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സമയം ഞാൻ എടുക്കുന്നത്. നമ്മളിതിൽ മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഒരു 10 മിനിറ്റെങ്കിലും അതും സ്ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. ഇപ്പോൾ 10 മിനിറ്റ് ആയി കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ഈ സ്പൂൺ കൊണ്ട് ഇതൊന്ന് നോക്കുകയാണ്. അപ്പോൾ മേലാകം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒരു പ്ലേറ്റിൻ്റെ ഹെൽപ്പിൽ ഒന്ന് തിരിച്ചിടാം. അപ്പോൾ ഈ കേക്ക് ഇവിടെ സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എവിടെയും ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ മറുവശം കൂടി ഇതിലോട്ടൊന്ന് ഇട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. അതും നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാൻ. രണ്ട് മിനിറ്റ് ആയി കഴിഞ്ഞു. നമുക്കിനി കേക്കിനൊന്ന് തിരിച്ചിട്ട് നോക്കാം. അതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു പ്ലേറ്റിൻ്റെ ഹെൽപ്പിൽ വേണം ഇത് ചെയ്യാൻ. നമ്മുടെ സ്പൈസി വെജിറ്റബിൾ കേക്ക് ഇവിടെ നല്ലപോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കാണാനും നല്ല രസമാണ്. ഇത് കഴിക്കാൻ അത്രയും ടേസ്റ്റും കൂടിയാണ്. സോ എഗ്ഗ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. 4 മണി സമയത്ത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്താൽ അവർക്കെല്ലാം വളരെയധികം ഇഷ്ടമാവുന്ന ഒരു ഐറ്റം കൂടിയാണ്. പിന്നെ ഇതിൽ നമ്മൾ ഇത്രയും വെജിറ്റബിൾസ് ആഡ് ചെയ്ത കാരണം ഒരു പീസ് കഴിച്ചാലേ അവർക്ക് അത് ഫില്ലിംഗ് ആയിട്ട് തോന്നും. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.